കോടിയേരി ബാലകൃഷ്ണന്റെ മകനായ ബിനീഷ് കോടിയേരിക്ക് നേരത്തെ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ അടക്കം പാർട്ടി സ്വീകരിച്ചിരുന്ന നിലപാടിൽ നിന്ന് വ്യത്യസ്തമാണ് ഇപ്പോഴത്തെ നിലപാട് എന്നതായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യം. പക്ഷേ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ആ വസതിയിലുണ്ട് എന്നും അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെയാണോ പരിശോധന നടത്തേണ്ടത് എന്ന ചോദ്യവുമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇതാ CPM-ന്റെ പ്രവർത്തകർ വ്യാപകമായി പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. പക്ഷേ ED അവരുടെ നടപടിക്രമങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടേ ഇരിക്കുക തന്നെയാണ്. എക്സാലോജിക്കും CMR-ലും തമ്മിൽ നടന്നിട്ടുള്ള ഇടപാടുകളിൽ സുതാര്യതയില്ല, അത് കൃത്യമായ അഴിമതിയാണ്, നൽകാത്ത സേവനത്തിന് ആണ് ഇത്തരത്തിൽ പണം കൈമാറിയിട്ടുള്ളത് എന്ന കണ്ടെത്തൽ, കമ്പനീസ് ഓഫ് രജിസ്ട്രാറിന്റെ കണ്ടെത്തൽ ഉൾപ്പെടെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഈ കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നത്. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന കേന്ദ്ര ഏജൻസികൾ ആണ് ഈ വിഷയത്തിൽ അന്വേഷണവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടെയാണ് രാഷ്ട്രീയമായി വലിയ പ്രതിരോധം തീർക്കാൻ CPM-ന്റെ ഭാഗത്ത് നിന്ന് നീക്കങ്ങൾ ഉണ്ടാകുന്നത്. ഡാൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാൻ, തീർച്ചയായും വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് CPM-ന്റെ നേതൃത്വത്തിൽ. ആ പ്രതിഷേധങ്ങൾക്കിടയിലും പരിശോധനകളും ചോദ്യം ചെയ്യലുമെല്ലാം അതിൻ്റെതായ വഴിക്ക് തന്നെ പുരോഗമിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അഭിലാഷ്, തിരുവനന്തപുരത്ത് മുൻ മുഖ്യമന്ത്രിയായിരുന്ന നിലവിലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വാടക വീട്ടിൽ അടക്കം, ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിൽ അടക്കം സംസ്ഥാനത്തെ 4 ജില്ലകളിലായി 12 സ്ഥലങ്ങളിലാണ് ഇപ്പോൾ ഈ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോടുള്ള വസതിയുണ്ട്, കണ്ണൂരിലെ പിണറായി വിജയന്റെ വസതിയുണ്ട്, കൊച്ചിയിലെ CMRL ഓഫീസുണ്ട്. ഈ സ്ഥലങ്ങളിലൊക്കെ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് 4 മണിക്കൂർ പിന്നിടുന്നു ഈ പരിശോധന ആരംഭിച്ചിട്ട്. പക്ഷേ ഇതുവരെ ഉദ്യോഗസ്ഥർ ആരും തന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഒരു പക്ഷേ കുറച്ച് മണിക്കൂറുകൾ കൂടിയ പരിശോധന നീളാനാണ് സാധ്യത. ജോൺ ബ്രിട്ടാസ് MP ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വസതിയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ അകത്തേക്ക് കയറാൻ ആരെയും അനുവദിക്കില്ല, പുറത്തേക്ക് മാത്രമാണ് നിർത്തുന്നത്. സായുധ സംഘത്തിന്റെ കാവലിലാണ് വീടും പരിസരവും. ഒരാളെയും അകത്തേക്ക് കയറ്റിവിടാനോ അവരെ കാണാനോ സംസാരിക്കാനോ ഒന്നും അനുവദിക്കുന്നില്ല. പിണറായി വിജയന്റെ ഒപ്പമുണ്ടായിരുന്ന അംഗരക്ഷകർ, അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്നവർ, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അടക്കം നിരവധി പേർ ഈ വസതിക്ക് പുറത്ത് അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എത്തിയിട്ടുണ്ട്. പക്ഷേ ഒരാൾക്ക് പോലും അകത്തേക്ക് കയറി വരാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. സംസ്ഥാന വ്യാപകമായ പ്രതിഷേധത്തിനാണ് CPM ആഹ്വാനം ചെയ്തിരിക്കുന്നത്. രാഷ്ട്രീയ ഗൂഢാലോചനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമാക്കി സംസ്ഥാന വ്യാപകമായ ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീളുകയാണ്. CPM-ന്റെ ദേശീയ സെക്രട്ടറി, ജനറൽ സെക്രട്ടറി കൂടിയ MA ബേബി അടക്കം നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇതിന് പിന്നിൽ രാഷ്ട്രീയമായ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ്. ആ ഗൂഢാലോചനയാണ് പിണറായി വിജയനെ വേട്ടയാടുക എന്ന ലക്ഷ്യത്തോടെ ഇപ്പോൾ BJP-യുടെ നേതൃത്വത്തിൽ നടത്തിയ തിരിക്കഥയുടെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പരിശോധനയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇത് പിണറായിയെ വേട്ടയാടാനുള്ള നീക്കമാണ് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇത് കാലങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. പിണറായി വിജയനെ വേട്ടയാടുന്നു എന്നുള്ളത്. തീർച്ചയായും പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു എന്നത് നമുക്കറിയാം. ആ നിലയിൽ ഒരു പക്ഷേ അധികാരത്തിലിരിക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിലൊക്കെ അതിന് കൂടുതൽ പ്രസക്തി ഉണ്ടാകുമായിരുന്നു. ഇപ്പോഴിതാ പ്രതിപക്ഷത്തിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് CPIM എന്നത്. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ്. ഈ അടുത്ത കാലത്തൊന്നും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കേരളം പോകാനും ഇല്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി, നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി, ഇനിയുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. അതിനും വർഷങ്ങളുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഇത്തരം ആരോപണങ്ങൾ, പ്രതിരോധങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നുവെങ്കിൽ ഒരു പരിധിവരെയെങ്കിലും ഒക്കെ നിലനിൽക്കുമായിരുന്നു. ഇതിപ്പോൾ ഇന്നലെ ഹൈക്കോടതി വളരെ കൃത്യമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നിർദ്ദേശം നൽകുന്നു. ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകാം, നടപടികളുമായി മുന്നോട്ട് പോകാമെന്ന്. അവിടെയാണല്ലോ ഈ പരിശോധന നടക്കുന്നത്. അതുകൊണ്ട് ആൾക്കൂട്ടവും പ്രതിഷേധവും മുദ്രാവാക്യവും ഒക്കെ നിൽക്കുമ്പോൾ പോലും ഈ പ്രതിരോധം എത്രത്തോളം ശക്തമാണ് ഡാൻ? അതിൽ പാർട്ടി നേതൃത്വമാണ് കൃത്യമായ ഒരു മറുപടി പറയേണ്ടത്. നിലവിൽ ആവർത്തിച്ച പ്രധാനപ്പെട്ട നേതാക്കളോടെല്ലാം, ഇവിടേക്ക് എത്തിയ ജോൺ ബ്രിട്ടാസ് MP ഉൾപ്പെടെയുള്ള നേതാക്കളോടെല്ലാം അഭിലാഷ് ഇപ്പോൾ ചോദിച്ച ചോദ്യം നമ്മൾ ആവർത്തിച്ച് ചോദിച്ചിരുന്നു. പക്ഷേ അവർ പറയുന്നത് പരിശോധനയെ ഞങ്ങൾ തടയുന്നില്ല, നിയമപരമായി ഉള്ളത് നിയമപരമായി തന്നെ നടക്കട്ടെ, അതിനപ്പുറത്തേക്ക് അതിനെ തടയാനുള്ള ഒരു നീക്കവുമില്ല. പക്ഷേ ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട്. അത് ഇപ്പോൾ തുടങ്ങിയതല്ല. അദ്ദേഹത്തെ നേരത്തെ മുതൽ ശാരീരികമായും അതോടൊപ്പം മാനസികമായും തളർത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതാണ്. അതിന്റെ ഫലമായിട്ടാണ്
ഇത്തരം നീക്കങ്ങൾ ഈ ദേശീയ ഏജൻസികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിന് പിന്നിൽ രാഷ്ട്രീയമായ ഒരു കോൺസ്പിറസി കൂടി ഉണ്ട് എന്നാണ് CPM പറഞ്ഞു വെക്കുന്നത്. ആ ആരോപണത്തിന്റെ ആക്കം വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്കാണ് പ്രതിഷേധം സംസ്ഥാന തലത്തിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ഒരു നീക്കം കൂടി ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും ഈ പരിശോധനകൾക്ക് ശേഷം സാധാരണയായി നമുക്കറിയാം ED എത്ര മണിക്കൂർ പരിശോധന നടത്തിയാലും അതിനുശേഷം നേരിട്ട് വാക്കുകളിലൂടെ ആയിരിക്കില്ല അവർ എന്താണ് കണ്ടെത്തിയതെന്ന് വ്യക്തമാക്കുന്നത്. അത് EDയുടെ ഒരു വാർത്താക്കുറിപ്പായിരിക്കും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒരു വാർത്താക്കുറിപ്പ് അങ്ങനെയെങ്കിൽ ഇന്ന് വൈകുന്നേരം പുറത്തിറങ്ങിയേക്കും. ആ വാർത്താക്കുറിപ്പിൽ എന്താണ് ഈ പരിശോധന നടത്താനിടയായ സാഹചര്യം, ആ പരിശോധനയിൽ നിന്ന് ഇതിനോടകം എന്ത് കാര്യങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്, ഇനി ഈ പരിശോധനയുടെ സ്വഭാവം എങ്ങനെയായിരിക്കും, ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ഒരു സൂചന നൽകുന്ന തരത്തിലായിരിക്കും ഈ വാർത്താക്കുറിപ്പ് പുറത്തു വരിക. അതാണ് സ്വാഭാവികമായ ഒരു ശൈലി. സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു കേസിന്റെ അന്വേഷണ ഘട്ടത്തിൽ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളെ കണ്ട് നിലപാട് വ്യക്തമാക്കുന്നത് പോലെ ED ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് ഒരു തരത്തിലും പ്രതികരിക്കാറില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രതികരണം തേടാനും കഴിയില്ല. അങ്ങനെ ഒരു നടപടികൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയുമില്ല. അങ്ങനെയെങ്കിൽ ഈ വാർത്താക്കുറിപ്പിൽ ഏത് കാര്യങ്ങളായിരിക്കും ഇടം പിടിക്കുക, തുടർന്ന് ഈ പരിശോധനയുടെ സ്വഭാവം എങ്ങനെയായിരിക്കും, ഇതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരാനുള്ളത്. ഇപ്പോൾ ലഭിക്കുന്ന ഒരു പുതിയ വിവരം അനുസരിച്ച് CMRLന്റെ കമ്പനിയുമായി ബന്ധമുള്ള ഒരു മാനേജറുടെ ഫ്ളാറ്റിൽ ശ്രീകാര്യത്ത് കൂടി പരിശോധന ഉണ്ടായേക്കും എന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരേ സമയം ഈ 12 സ്ഥലങ്ങളിൽ നടക്കുന്ന പരിശോധനയിലൂടെ പരമാവധി തെളിവുകൾ ഈ 1,72,00,000 രൂപ 2018-നും 2021-നും ഇടയിൽ 3 വർഷത്തിനിടയിൽ അനധികൃതമായി CMRL കമ്പനിയിൽ നിന്ന് എക്സാലോജിക് സൊല്യൂഷൻസിലേക്ക് ലഭിച്ചു എന്ന പരാതിക്ക് ശരിവെക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും കണ്ടെത്തലുകളിലേക്ക് ED ഇന്ന് നടത്തുന്ന ഈ മിന്നൽ പരിശോധനയിലൂടെ കടക്കുമോ എന്നതാണ് അറിയാനുള്ളത്. അങ്ങനെ കടന്നാൽ, അങ്ങനെ എന്തെങ്കിലും തെളിവുകൾ കണ്ടെടുക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് വീണ വിജയന് കൂടുതൽ പ്രതിരോധമായി മാറുന്ന സാഹചര്യം വരും. മറിച്ച് ഈ ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലുള്ള തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ EDയുടെ നടപടി രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് എന്ന ആക്ഷേപത്തിന്റെ ആക്കം തീർച്ചയായും അത് പൂർണ്ണമായും. പക്ഷേ അപ്പോഴും ഡാൻ, നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആത്യന്തികമായും ഫാക്ടുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. ഇവിടെ ഇതാ ഈ എക്സാലോജിക്കും അതോടൊപ്പം തന്നെ CMRLും തമ്മിലുള്ള ബന്ധം, അതിൽ അനധികൃതമായ സാമ്പത്തിക ഇടപാടുകൾ നടന്നിരിക്കുന്നു എന്നത് അപ്രതീക്ഷിതമായ ഒരു കണ്ടെത്തലാണ്. അത് ED നേരിട്ട് വന്ന് അന്വേഷിച്ചതല്ല. കമ്പനീസ് ഓഫ് രജിസ്ട്രാറിന്റെ അന്വേഷണം നികുതിയുമായി ബന്ധപ്പെട്ട CMRLന്റെ ഒരു വിഷയം ആദായ നികുതി വകുപ്പ് പരിശോധിക്കുമ്പോഴാണ് അനധികൃതമായി ഇങ്ങനെ ഒരു പണ കൈമാറ്റം നടന്നിരിക്കുന്നു, ഇതെന്തിന് എന്ന സംശയമുയരുന്നത്. അവിടെയാണ് കൃത്യമായ തെളിവുകൾ എക്സാലോജിക്കിന് നൽകാൻ പറ്റാതെ പോകുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ഒരു സേവനം എക്സാലോജിക് CMRL എന്ന കമ്പനിക്ക് നടത്തിയിട്ടില്ല എന്ന് കണ്ടെത്തുന്നു. അങ്ങനെയുള്ള ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പിന്നീട് വിവാദമാകുന്നത്. അവിടേക്കാണ് കേന്ദ്ര ഏജൻസികൾ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.